എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കടച്ചക്ക നാടൻ രീതിയിൽ എങ്ങനെ തോരൻ വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോ ചെയ്തതിന് കുറച്ച് പേർക്ക് നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തായിരുന്നു. എല്ലാവരും ഹാപ്പിയായി. ഇനി ഈ വീഡിയോയും നമ്മൾ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുന്നവർക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന 5 പേർക്കാണ്, ചിലപ്പോൾ അതിൽ കൂടും, 5 പേർക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു 5 സമ്മാനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കടച്ചക്കയുടെ പകുതി മാത്രമേ ഉള്ളൂ. ആ പകുതി എടുത്തത് നന്നായി കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഒരേ രീതിയിൽ കട്ട് ചെയ്ത്, നമുക്ക് തോരൻ വെക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒത്തിരി കനം വേണ്ട, ഒരേ രീതിയിൽ കട്ട് ചെയ്ത് മൺചട്ടിയിലോട്ട് എടുക്കുക. നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത്. ഈ കടച്ചക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി ഒഴിക്കരുത്. കറക്റ്റ് ഇതൊന്ന് സോക്കായിട്ട് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് ഇത് ഞാൻ ഒഴിച്ചേക്കുന്നുണ്ടോ, അതായത് ആ രീതിയിൽ ഒഴിക്കാവുള്ളൂ. അങ്ങനെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ചട്ടി അടുപ്പിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നിങ്ങൾ ഈ ചട്ടി അടച്ചു വെക്കണം. ഇനി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ പറ്റി പിടിച്ച് പോകരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഒന്ന് വെന്തോ എന്നൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വെന്തിട്ടില്ല. ചില ഇത് കടച്ചക്കകൾ സമയമെടുക്കും വേകുന്നത് വരെ വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക. കടച്ചക്ക വേകുന്ന സമയം കൊണ്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് ചിരണ്ടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യണ്ട. ഒരു തേങ്ങയുടെ പകുതി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തേങ്ങ ഇടുവാണെങ്കിൽ അതിന് ടേസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഇട്ടത്. അതിൽ കുറച്ച് ഉള്ളവർ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് അരമുറി തേങ്ങയാണ്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള ഒരു സവോള, കുഞ്ഞ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുക് ഇടുക. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച സവോള കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഒരു ബ്രൗൺ കളറാകുന്നതും വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കടച്ചക്ക കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീരെ ഉടഞ്ഞു പോയിട്ടില്ല, എങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ തീ ഓഫാക്കിയിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ പിയൻ മുളകിൻ്റെ പൊടിയാണ്, ഒത്തിരി എരിവ് നമുക്ക് വേണ്ട. പിന്നെ ഗരം മസാല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇറച്ചിയുടെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും, അതിന് വേണ്ടിയാണ് ഇത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ 4 പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ ഇപ്പോൾ ഓഫാണ് കേട്ടോ, കാരണം നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തീ ഓണാക്കുന്നതായിരിക്കും നല്ലത്. തീ ഇപ്പോൾ ഓഫാക്കി വെച്ചേക്കുവാണ്, കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുക. പിന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു നല്ല ബ്രൗൺ കളർ വന്നേ. ഇനി നമ്മൾ തീ ഓഫാക്കി വെച്ചതിന് ശേഷം ആണ് അടുത്ത കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി തീ ഓഫാക്കി വെച്ചു. കരിഞ്ഞു പോകാത്ത രീതിയിൽ മൂപ്പിച്ചെടുക്കുവാണ്. ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതി, ഒത്തിരി ഡ്രൈ ആകണ്ട. ഒത്തിരി ഡ്രൈ ആയാൽ കൊള്ളില്ല. ഈ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക, ഒത്തിരി ഡ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ കടച്ചക്ക ഏകദേശം നല്ലതായിട്ട് വെന്തിരിക്കുവാണ്. അതിലേക്ക് നമ്മൾ ഈ ഇപ്പം റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങയും നമ്മൾ വഴറ്റിയ ഉള്ളി എല്ലാം കൂടി ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്പം ഉപ്പും കൂടെ ചേർക്കണേ, കാരണം ഞാൻ ആദ്യം കടച്ചക്കയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ഉപ്പും കൂടെ ചേർത്ത് ഇതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആ വെള്ളം അങ്ങനെ ഇല്ല. പതുക്കെ നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കുക. അപ്പം കറക്റ്റ് വെള്ളമാണ് നമ്മളതിൻ്റെ അകത്ത്. താഴെ ഒത്തിരി വെള്ളം കിടപ്പുള്ളായിരുന്നു. അപ്പോൾ ഇതിപ്പം നമുക്ക് ഏകദേശം കറക്റ്റായി. ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അടച്ചു വെച്ചത്. ഒരു 5 മിനിറ്റ്. ഇടയ്ക്കൊന്ന് മൂടി കൂക്കി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മേളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കടച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചതുകൊണ്ട് അതിൻ്റേതായ രുചി കാണും. നിങ്ങൾക്കും ഇത് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതിൻ്റെ അകത്തൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാടൻ ചട്ടിയിലുണ്ടാക്കിയ കടച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള 5 ഗിഫ്റ്റ് വീണ്ടും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതൊരു ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു പേഴ്സ്, പിന്നെ ഒരു ഫിഷ് കട്ടർ, നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് കട്ടർ, പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഗെയിം, വാട്ടർ ഗെയിം, അതുപോലെ ഒരു XXLൻ്റെ ക്രീപ്പിൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ്, പിന്നെ ഒരു ഷോൾഡർ ബാഗ്, പിള്ളേർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോൾഡർ ബാഗ്. ഇങ്ങനെ 5 ഗിഫ്റ്റാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ആ ലിങ്ക് നിങ്ങൾ 5 പേർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ 4-5 പേര് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് 5 പേര് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ 5 സ്ക്രീൻഷോട്ട് വരുമല്ലോ. അപ്പോൾ 5 പേരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് 9349978444 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. കമൻറ്റ് ബോക്സിൽ ഞാൻ ആ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ മതി. എന്താണേലും നിങ്ങൾ 5 പേരുടെ സബ്സ്ക്രിപ്ഷൻ എന്താണേലും വാങ്ങിയിരിക്കണം. അപ്പം ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.